ഇപ്പൊ സഫേനെയും ലല്ലുവിനെയും നാട്ടുകാർ പൊക്കി എന്ന് പറഞ്ഞു. അത് സത്യമാണ്. ഞാൻ ഒരുപാട് വട്ടം ഞാൻ പറഞ്ഞു ഞാൻ തെറ്റിലേക്ക് പോയിട്ടില്ല. ഇനിയിപ്പോ ഫ്യൂച്ചറിൽ എന്റെ അവസ്ഥ എനിക്ക് അറിയാം, പറയാൻ പറ്റത്തില്ല. ചോദ്യത്തിന് ഉത്തരം പറയാൻ സഫയ്ക്ക് പറ്റില്ല. ഇതുപോലെ ആങ്കറൊക്കെയാണ് അവിടെ പിടിച്ചു വരുത്തിയിട്ടുള്ളത്. ഒരുമാതിരി കോപ്പില പറഞ്ഞിട്ടില്ലേ ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനും കുത്താൻ. എനിക്ക് അത്രയും തെറ്റ് ചെയ്യാത്തോണ്ടാണ് ഞാൻ ഈ മീഡിയക്കുള്ളിൽ എത്ര കുറെ ഇന്റർവ്യൂ ഞാൻ കൊടുത്തത്. തെറ്റ് ചെയ്തെങ്കിൽ അവിടെ ഒന്നും ഇരിക്കത്തില്ല. ഓക്കെ മതി. സ്നാപ്പ് എന്തോ അയച്ചു കൊടുത്തു ഒരു പറഞ്ഞു. ഓക്കെ ഞാൻ അങ്ങനത്തെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. മൂടായിട്ടുള്ള ഫോട്ടോ. മുസ്ലിംസ് ആണ്, നമുക്ക് അങ്ങനത്തെ ഫോട്ടോസ് പുറത്തിടാൻ പറ്റത്തില്ല. അങ്ങനെ സ്നാപ്പിൽ ഫോട്ടോ എടുത്തിട്ടുണ്ട്, സേവ് ചെയ്ത് ക്യാമറ റോൾ ആക്കിയിട്ടുണ്ട്. അല്ലാതെ ഞാൻ ലല്ലുവിന് അയച്ചു കൊടുത്തിട്ടില്ല. എന്റെ സ്നാപ്പ് മയനാസിലുണ്ട്. ഫസ്മിന്റെ എങ്ങനെ എത്തി? ആരാ അയച്ചു കൊടുത്തത്? ആരായിരിക്കും? മെഹനാസ് അയച്ചു. അതെ, മെഹനാസ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ലല്ലുവിന്റെ കൂടെ അഴിഞ്ഞാടി നടക്കാൻ പറയാതെ പോയി. ഇതൊക്കെ ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണല്ലേ? അല്ലല്ലോ, മൂന്നാമത് ലല്ലുവായിട്ട് കിട്ടിയില്ലല്ലോ. കെട്ടിയില്ലല്ലോ, പക്ഷെ റിലേഷൻ ഉണ്ടല്ലോ. ഇല്ലല്ലോ, അത് സഫ പറയുന്നില്ല, പക്ഷെ തെളിവുകൾ മുഴുവൻ സഫയ്ക്ക്. അല്ല, എന്ത് തെളിവുള്ള ഞാനും അവനും തമ്മിൽ റിലേഷനാണ്. ഇപ്പൊ ഒരാള് മീറ്റ് ചെയ്ത് ഒരാളുടെ ബാഗ് ഇപ്പൊ നമ്മുടെ കൂടെ ഇരുന്നെങ്കിൽ, നമ്മുടെ ഫ്ലാറ്റിൽ ഇരുന്നെങ്കിൽ റിലേഷൻ ആണോ? അല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എന്റെ ഡ്രൈവറിനെയും എന്നെ വെച്ച് ബന്ധാക്കിക്കൂടെ? ലല്ലുവിനെയും സഫയെ ഒരുമിച്ച് റൂമിൽ വെച്ച് കണ്ടുവന്നു. ഇതേ ആള് തന്നെയാണ് പറഞ്ഞത്. അത് അവനെ കൊണ്ട് ഭീഷണിപ്പെടുത്തിയിട്ട് ഇപ്പൊ ലല്ലുവിന്റെ പുതിയൊരു ഇന്റർവ്യൂ കണ്ടായിരുന്നു, അതിൽ ഞാൻ സംസാരിക്കുന്നുണ്ട്. ഇവനെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഇന്നതുപോലെ പറയണമെന്ന് പറയിപ്പിച്ചതാണ് നാജിലേക്ക്. ഇത് ചോറ് തിന്നുന്ന എല്ലാ മലയാളികൾക്കും ലല്ലുവും സഫയും തമ്മിലുള്ള ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ റിലേഷനെ നമുക്ക് തുറന്നു പറയാം. ഞാനിപ്പോ ഡിവോഴ്സ് ആവാൻ പോവാണ്, അവൻ ഓൾറെഡി വേർതിരിഞ്ഞാണ്, നമ്മൾ തമ്മിൽ റിലേഷനെ നമുക്ക് സോഷ്യൽ മീഡിയ ധൈര്യമായിട്ട് പറയാം. ഇത്രയും നമ്മൾ ഇന്റർവ്യൂക്ക് നേരെ വന്നിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ റിലേഷൻ ഉണ്ടെങ്കിൽ അത് പറയേണ്ട മടിക്കേണ്ട ഒരു കാര്യമില്ല, നമുക്ക് പറയാവുന്നുള്ളൂ. ഒരു നമ്മുടെ ഇഷ്യൂസ് നടക്കുമ്പോ പോലും ഈ സെപ്പറേറ്റഡ് ഇട്ടിട്ട് പോലും ഞാൻ എന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് അവരെന്നെ സ്വീകരിച്ചു. വേറെ ആരും സ്വീകരിക്കാൻ സാധിക്കില്ല. പക്ഷെ സഫയെ സ്വീകരിക്കാൻ വീട്ടിൽ അച്ഛനും അമ്മയും മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലേ? അത് നമ്മൾ മനസ്സിലാക്കാതെ വീണ്ടും അടുത്ത തെറ്റിലോട്ട് സഫ വീണ്ടും ലല്ലു എന്ന വ്യക്തിയാണോ സഫ തിരഞ്ഞെടുക്കുന്നത്? അല്ല, ഒരിക്കലും അല്ല. ഞാൻ ഇപ്പൊ അങ്ങനത്തെ ഒരു മൈൻഡിലേക്ക് ചിന്തിക്കുന്നേ ഇല്ല. ഒരു മാരീഡ് ലൈഫ് ഇപ്പൊ ചിന്തിക്കുന്നേ ഇല്ല. ഞാനും ബേബി ആയിട്ട് എങ്ങനെയാണോ ഹാപ്പി ആയിട്ട് എനിക്ക് എങ്ങനെയാണോ ലൈഫ് ഹാപ്പി ആക്കാൻ പറ്റുക എന്നുള്ള രീതിയിലാണ് എന്റെ പ്ലാനിങ് ഉള്ളത്. ലല്ലുവിനെ കുറിച്ചുള്ള അഭിപ്രായം സോഷ്യൽ മീഡിയയിൽ എന്താണ്, അല്ലെങ്കിൽ ഇതുവരെയുള്ള ചരിത്രം വെച്ച് എന്താണ്, ഹസ്ബിനെ വെച്ച് പറഞ്ഞത് വെച്ച് എന്താണെന്ന് അറിയാലോ? അറിയാം. ഒരുപാട് പേരെ ചതിച്ച് ഊഴിത്തരം കാണിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹസ്ബിന് ലല്ലുവിനെ പറ്റി ബാഡ് ആയിട്ടുള്ള കുറച്ച് മീൻസ് ഒരു കുട്ടിയായിട്ട് ഇപ്പൊ സഫേനെയും ലല്ലുവിനെ. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മെഹനു ചാനൽ. അപ്പോൾ ഞാൻ എന്തായാലും പെരുന്നാൾ നോമ്പൊക്കെ കഴിഞ്ഞ് പെരുന്നാൾ കഴിയാൻ കാത്തു നിന്നൊരു ദിവസമാണ്. പെരുന്നാൾ കഴിഞ്ഞു രാവിലെ തന്നെ ഞാൻ ഒരാളെ വീഡിയോ ഇതുവരെ കണ്ടിട്ടില്ല. വീഡിയോസ് ആരും ഞാൻ കാണാറില്ല. ആക്ച്വലി യൂട്യൂബിൽ കയറി അങ്ങനെ വീഡിയോസ് പേഴ്സണലായിട്ട് കാണാറില്ല. ഇപ്പോൾ ലാസ്റ്റ് ഒരു വീഡിയോ വന്നിട്ടുണ്ട്, ഇവരെ ഈ ഒരു പേജിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ആ വീഡിയോൻ്റെ റിയാക്ടിങ് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. കാരണം അതിൽ ഈ ആങ്കർ പറഞ്ഞിട്ടുള്ള കുറച്ച് ഡൗട്ടുകൾ, കുറച്ച് കാര്യങ്ങൾ അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കാനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. കാരണം ഏതൊരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ ആ ഒരു ആങ്കർ അതിൽ പ്രത്യേകം പറഞ്ഞൊരു കാര്യമുണ്ട്. മനുഷ്യന്മാർ എന്നുള്ള രീതിയിൽ എന്തോ സംസാരിച്ചിട്ടുണ്ട് അവിടെ. എനിക്ക് പറയാനുള്ള കാര്യം, മനുഷ്യന്മാർ എല്ലാവരും ഒരേപോലെ എന്ന് പറയരുത്. കാരണം ഒരേപോലെ ആയിരിക്കും എന്നില്ല റിയാക്ട് ചെയ്യാൻ. ഇപ്പോൾ ഉദാഹരണം വെച്ചെങ്കിൽ ഇപ്പം നമ്മൾ ഇപ്പം എന്താ പറയുക, എനിക്ക് അനുഭവമുള്ളൊരു കാര്യം, എൻ്റെ അടുത്ത് എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ പറയാം, നീ നിൻ്റെ ഇഷ്ടം പോലെ ജീവിച്ചോ, നീ ആരെ കൂടെ വേണമെങ്കിലും പോയിക്കോ, എന്ത് വേണമെങ്കിലും ചെയ്തോ, എനിക്കത് കുഴപ്പമില്ല, ഞാൻ അതേപോലെ ജീവിക്കും എന്ന് പറയുമ്പോൾ എനിക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണത്. ഓക്കെ, പക്ഷെ അവരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ മനസ്സിൽ അതായത് ഒരു റിയൽ സ്നേഹമോ കാരിങ്ങോ ഐ മീൻ ഒരു തരത്തിലും നമ്മളോട് ഒന്നും ഇല്ലാതെയാണ് നമ്മൾ മാരേജ് ഒരു ഭർത്താവ് എന്നുള്ളൊരു പുല്ല് വില കൽപ്പിക്കാണ്ട് സംസാരിക്കുന്ന വ്യക്തികൾ വായിന്ന് അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തളർന്നു പോകും. അപ്പം അതാണ് പറയുന്നത്, മനുഷ്യന്മാർ ഡിഫറെൻ്റാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഇപ്പം ഈ ഒരു ആങ്കർ പറയുന്ന ആ ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ആക്കി കേൾപ്പിച്ച് തരാം നിങ്ങൾക്ക്.
അതിൽ പറഞ്ഞേക്കണ കാര്യങ്ങൾ ശരിക്കും നിങ്ങൾ കേൾക്കേണ്ടതുണ്ട്. പരസ്യം ഞാനിത് അതിന് ശേഷം ഇപ്പം നിങ്ങളെ മുന്നിൽ കാണിക്കാൻ ഞാൻ ഈ വീഡിയോ പ്ലേ ചെയ്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്. ഇതെന്നെ കടിച്ചിട്ടുള്ളതാ. ഇതെന്റെ മുട്ടിൽ. ഇടയ്ക്ക് സ്മെല്ല് ഉണ്ടാവും, അത് എനിക്കറിയുള്ളൂ. ഇപ്പൊ ഈ ഫോട്ടോ എന്തെങ്കിലും കിട്ടാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രഗ്നന്റ് ആയപ്പോ ഉണ്ടായിരുന്നു. ഉറങ്ങുന്നു, ഫ്രണ്ട് വിളിച്ച് ഫോൺ, ഞാൻ ഫോൺ കൊടുത്തു. ഉറക്കത്തിൽ നിന്ന് എണീച്ച് ഫോൺ കൊടുത്തേന്ന് തന്നെ തല്ലി. ഗർഭിണിയായപ്പോ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തെളിവടക്കം റിയാക്ട് ചെയ്യാനുണ്ട്. കാരണം ഇപ്പം നമുക്ക് മെയിനായിട്ട് കൊടുക്കാനുള്ള ഒരേ ഒരു കാര്യം, അതായത് എൻ്റെ എക്സ് വൈഫിൻ്റെ കുറിച്ചുള്ളൊരു ടോക്ക് ഇതിൽ വന്നിട്ടുണ്ട്. അതിൽ അവർ പലതരത്തിലും ഇല്ലാത്ത കാര്യങ്ങൾ കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. ഇപ്പോൾ ഈ 4-5 വർഷമായിട്ട് എന്നെ വേട്ടയാടി എന്നെ ഒരു പ്രതിയാക്കാൻ വേണ്ടിയിട്ട് പബ്ലിക് കേരള എന്ന് പറയുന്ന ചാനൽ, കാരണം അവരാരോ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ആരോ രക്ഷപ്പെടുത്താൻ വേണ്ടി എൻ്റെ തലയിൽ മനഃപൂർവ്വം ഒരുപാട് കഥകൾ ചമച്ചുണ്ടാക്കി എന്നെ കുറ്റക്കാരനാക്കി. ഇപ്പം നോർമലി ഏതൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഉണ്ടാകുമ്പോൾ ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. കാരണം പ്രത്യേകിച്ച് നമ്മളെ വൈഫ് വേറൊരാളോട് മോശമായിട്ടൊരു ചാറ്റിങ്ങോ അല്ലെങ്കിൽ മോശമായിട്ടുള്ളൊരു രീതിയിലുള്ള കോണ്ടാക്റ്റ് കണ്ടാൽ എന്തായാലും ഏതൊരു ഭർത്താവൊക്കെ മാറും, അത് റിയാക്ട് ചെയ്യുക ചെയ്യും അല്ലേ? അത് ആരായാലും ചെയ്യും. അത് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ യഥാർത്ഥ സ്നേഹിക്കുന്ന ഒരു ഭർത്താവല്ല എന്നേ ഞാൻ പറയുള്ളൂ. അപ്പോൾ ഞാൻ നോർമലി അങ്ങനത്തെ കാര്യം എനിക്ക് തീരെ ഇഷ്ടമല്ല. കാരണം ഞാൻ അങ്ങനത്തെ ഒരു തെറ്റ് ചെയ്യാറില്ല. എനിക്ക് എൻ്റെ വൈഫ് ഉണ്ടാകുന്ന സമയത്ത് എൻ്റെ ലൈഫിൽ എനിക്ക് വൈഫ് എന്ന് പറയുന്ന ഒരു ആൾ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ഏതെങ്കിലും ഒരു പെൺകുട്ടിയായിട്ട് മോശമായിട്ടുള്ള ചാറ്റിങ്ങോ അല്ലെങ്കിൽ മോശമായിട്ടുള്ള എന്തെങ്കിലും രീതിയിൽ എനിക്ക് വൈഫ് ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടെങ്കിൽ ഞാനത് റിയലായിട്ട് ഞാൻ ചലഞ്ച് വെക്കാണ്. അതിന് ഞാൻ നിങ്ങൾ പറയുന്ന പോലെ ഞാൻ ചെയ്യും. അത് ഞാനിപ്പോൾ കഴിഞ്ഞതിൽ കാദർ കരിപ്പൊടി എന്നെ ഒരു ഭയങ്കര ഡ്രഗ്സ് അഡിക്റ്റ് ആക്കിയിട്ട് സംസാരിക്കുന്നുണ്ട്. ഞാൻ അതിൽ ക്ലാരിഫൈ ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഡോക്ടറെ അടുത്ത് പോയി ചെക്ക് ചെയ്യാം ഞാനൊരു ഡ്രഗ്സ് അഡിക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത്. നമുക്ക് പോയിട്ട് ഏതൊരു ഡോക്ടർക്കും മനസ്സിലാവും നമ്മൾ ഡ്രഗ്സ് അടിക്കുന്നുണ്ടോ, ഡ്രഗ്സിന് അഡിക്റ്റ് ആണോ, അല്ലെങ്കിൽ നമ്മൾ ഒരു വലിയൊരു എന്താ പറയുക ഡ്രഗ്സ് ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണോ എന്നുള്ളത് ഏതൊരു ഡോക്ടറിനും മനസ്സിലാവും. കാരണം അത് നമുക്ക് എയർ ടെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ മൂത്ര ടെസ്റ്റ് ചെയ്യാം, എന്ത് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാം, അതിലൂടെ മനസ്സിലാവും അല്ലേ? അപ്പം എന്നെ ഇല്ലാത്തത് പറഞ്ഞ് സമൂഹത്തിൻ്റെ മുന്നിൽ കുറ്റപ്പെടുത്തുക എന്നുള്ളതാണ് ഈ കാദർ കരിപ്പൊടിയുടെ ലക്ഷ്യം. അത് അന്നും ഇന്നും ഇങ്ങനെ ആയതിൻ്റെ കാരണമൊക്കെ ഞാൻ പറഞ്ഞു തരാം. അതിൻ്റെ വീഡിയോസും തെളിവടക്കം ഞാൻ പിന്നീട് ഇടാം. അത് ആരെ വെളുപ്പിക്കാൻ ആരെ രക്ഷപ്പെടുത്താൻ എന്നുള്ളതും ഞാൻ മെല്ലെ തന്നെ എന്താ പറയുക അതിൻ്റെ തെളിവുകൾ പുറത്ത് വിടാം. പിന്നെ ഇപ്പോൾ ഈ കാദർ കരിപ്പൊടിയാണ് ഈ കേസും കാര്യങ്ങൾക്കുള്ള മാസ്റ്റർ പ്ലാൻ എന്നുള്ളത് സഫയുടെ വായിന്ന് തന്നെ വന്നിട്ടുണ്ട്. അതേപോലെ ലല്ലു ഒരുപാട് വീഡിയോസിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ ഇപ്പം എൻ്റെ വൈഫും ലല്ലു ആയിട്ട് എന്താ പറയുക ഒളിച്ചോടിയെന്നൊന്നും ഞാനെവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവരെ ഒന്നിച്ച് ഇവർ പോയിട്ടുണ്ട്. അതായത് ഇവരൊന്നിച്ച് എൻ്റെ അനുവാദം ഇല്ലാതെ, ഒരു ഭർത്താവിൻ്റെ അനുവാദം ഇല്ലാതെ എൻ്റെ വൈഫ് എന്ത് ചെയ്ത് ഇവൻ്റെ കൂടിയും ഇവൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടിയും കാറിൽ 2 ദിവസം യാത്ര ചെയ്തിട്ടുണ്ട്. അത് തെറ്റാണോ? അത് ചോദിക്കാനുള്ള അധികാരം ഭർത്താവിനുണ്ടോ ഇല്ലയോ? നിയമപ്രകാരം വിട്. നിങ്ങളൊരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഒരു മനുഷ്യത്വം വെച്ചിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. കാരണം ഞാൻ അത്രയും പെയിൻ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരുപാട് പെയിൻ അനുഭവിച്ചിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ടോട്ടലി ഞാൻ ആകെ എന്തൊക്കെയായി മറ്റുള്ളവർ പറയുമ്പോൾ ചില സമയം എന്താ പറയുക എല്ലാവരും കാണുമ്പോൾ ചില സമയം ഞാനിങ്ങനെ വീഡിയോ ഇടുമ്പോൾ തന്നെ ആകെ സങ്കടത്തിലുണ്ടാകുന്ന സമയത്ത് ദിവസം വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ കോലും കാര്യമെല്ലാം കണ്ടിട്ട് എടാ അങ്ങനെ ഇങ്ങനെ പറയുന്ന ആൾക്കാരുണ്ടോ? എടാ നിങ്ങൾ ആണുങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത്, നീയും ഒരു ആണാണ്, നാളെ പിറ്റേന്ന് ഒരു മംഗലം കഴിക്കേണ്ട ആളാണ് നീയും. അപ്പം നീയും ഒരുപാട് അനുഭവിക്കേണ്ട ഒരു വ്യക്തിയാണ്. നീ അനുഭവിച്ചേ പോവുള്ളൂ. അത് ഞാൻ ഗ്യാരണ്ടി തരാൻ നിനക്ക് എഴുതി വെച്ചോ. നീ ഒരു ദിവസം എന്നെ ഓർക്കും ഈ കാര്യത്തിൽ. ഏത് പെണ്ണ് ഇപ്പോഴത്തെ ഒരു പെണ്ണ് ചതിക്കുമ്പോൾ നമ്മളെ മനസ്സിൽ ആടാ നീ പോയിക്കോണേ, നീ ആരെ കൂടെ വേണം പോയിക്കോണിട്ട് അവളെ കെട്ടിപ്പിടിച്ച് സ്വീകരിച്ച് ഇങ്ങനെ വിടുന്നുണ്ടെങ്കിൽ നീ മറ്റേതായിരിക്കും. അത്രേ എനിക്ക് പറയാനുള്ളൂ. പക്ഷെ എന്നെ കൊണ്ടത് കയ്യില.
എൻ്റെ ഭാര്യനെ എങ്ങനെ നിർത്തണമെന്ന് എനിക്കറിയാം. ഞാനെല്ലാം ചെയ്തു കൊടുക്കുന്നത് എൻ്റെ സ്വന്തം വൈഫാണെന്ന് വിചാരിച്ചിട്ട് എല്ലാ ആഗ്രഹങ്ങളും പറയുമ്പോൾ ഞാൻ ചെയ്തു കൊടുക്കുന്നത് എൻ്റെ വൈഫാണ്, എൻ്റെ മാത്രമാണെന്നുള്ളത് വിചാരിച്ചിട്ടാണ്. പക്ഷേ അതിങ്ങനെ തെമ്മാടിത്തരം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും കൂട്ടു നിൽക്കുകയില്ല. അതിനെന്നെ കൊണ്ട് ഒരിക്കലും കഴിയും പറ്റൂല. പക്ഷെ ഇതിൽ പറഞ്ഞേക്കണ ആ ഒരു ആങ്കർ പറയുന്ന ഒരു ഇതുണ്ട്, ഒരു ടോക്ക് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് നിങ്ങളെ കേൾപ്പിച്ചിട്ടുണ്ട്. കേസ് പറയുകയാണെങ്കിൽ മെഹനാസിന്റെ ഇഷ്യൂ അറിയാം. റിഫ എന്നൊരു കുട്ടിയുടെ മരണം, അതിനുശേഷം 2 വർഷത്തിനുള്ളിലാണ് നിങ്ങൾ റിലേഷനിലാവുന്നത്. ആദ്യം മെഹനാസിനെ പറ്റിയിട്ടുള്ള ഒരു വ്യൂ നമുക്കറിയാമല്ലോ. ഒരാളെ സ്വീകരിക്കുന്നതിന് മുന്നേ ഓൾറെഡി ആളുടെ ഭാര്യ മരണപ്പെട്ട ഭാര്യ ഇരിക്കുമ്പോൾ സാധാരണ ഒരു മനുഷ്യൻ എന്താ ചെയ്യുക? സങ്കടപ്പെട്ടിരിക്കും. ആ സമയത്ത് ലൈവ് വരിക എന്ന് പറയുമ്പോൾ അപ്പൊ തന്നെ നമുക്ക് അയാളെ വിലയിരുത്താം. ലൈവ് ഒരു മിനിറ്റ്, ഇപ്പൊ ഈ ആങ്കർ പറഞ്ഞേക്കണത് മെഹനാസ് ഒരു ലൈവ് ഇട്ടുന്ന്. അപ്പൊ അവള് എന്തറിഞ്ഞിട്ടാണ് ഈ ഒരു സംസാരം അവിടെ സംസാരിച്ചിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. അന്വേഷിക്കാതെ സത്യാവസ്ഥ അറിയാണ്ട് ലൈവ് എന്നുള്ളൊരു വാക്ക് അവിടെ പ്രയോഗിച്ചോ ഇല്ലേ? അപ്പം ആങ്കർ ശരിക്കും സത്യാവസ്ഥ അറിയാണ്ടാണ് അവിടെ സംസാരിച്ചിട്ടുള്ളത്. ഓക്കെ, ലൈവ് എന്നാണ് ആങ്കർ വായിന്ന് വന്നിട്ടുള്ളത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്ത് സ്റ്റോറി ആണെങ്കിലും പറയുന്നത് ചിലപ്പോ ആ ഒരു അവസ്ഥ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരാളെ കണക്ട് ചെയ്യാൻ നമുക്ക് ഈ ഒരു ഇങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ. വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ പോയിട്ട് ഒരു വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റത്തില്ല. ഞാൻ സാധാരണ മനുഷ്യന്മാർക്ക് ആർക്കും പറ്റൂലെന്ന് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇത് നമ്മുടെ കേരളമല്ല, ഞാൻ ഉണ്ടായ ലൊക്കേഷൻ കേരളമല്ല. ഒരു ഫോൺ വിളിക്കാനുള്ള ബാലൻസ് ഫോണിലില്ല. അല്ലെങ്കിൽ നമുക്ക് ഒരാളെ കോണ്ടാക്ട് ചെയ്ത് വാട്സപ്പ് നാട്ടിലേക്ക് വിളിച്ചാൽ ആരും കിട്ടണില്ല. പാതിരാത്രിയാണ്, ആരും എടുക്കണില്ല, അറ്റൻഡ് ചെയ്യുന്നില്ല. കാരണം നമുക്കിതിനൊരു ഹെൽപ്പ് ആരെങ്കിലും ആയിട്ട് ഒരു ഹെൽപ്പ് വേണം. മറ്റുള്ളവർ ഞാൻ ഒരുപാട് പ്രാവശ്യം അവിടെ പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ അവസ്ഥ. ആ ഒരു സമയത്ത് എനിക്കൊരു ഹെൽപ്പ് വേണം. പിന്നെ അവിടെ പ്രത്യേകം പറയുന്നുണ്ട്, ഇവള് പ്രത്യേകം പറയുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഓരോരുത്തരുടെ ക്യാരക്ടർ അങ്ങനെയാണല്ലോ. അതെ, അപ്പൊ ആ ക്യാരക്ടർ നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് ഭാര്യ മരിച്ച് ഒരാൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയെങ്കിൽ ആൾക്കതൊരു ഒരു വ്യൂവിന് വേണ്ടിയിട്ട്, ഒരു ഫേമസ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂൾ മാത്രമായിരുന്നു. അതാണ് അവിടെ എനിക്ക് പൊള്ളിയത്. കാരണം ഫേമസ് ആൻ വ്യൂ ആൻ ഒരു സ്റ്റോറിയിൽ വ്യൂ ഫേമസ് എന്നുള്ള രീതിയിൽ എനിക്ക് യൂട്യൂബിൽ എന്താ പറയുക, ഞാൻ ഏകദേശം വരുമാനം വരുന്നതിന് മുന്നേ വീഡിയോ ചെയ്യുന്നുണ്ട്. റീച്ചിന് വേണ്ടിയിട്ടല്ല. എനിക്ക് ആ സമയത്ത് 100-200 വ്യൂസ് ഉണ്ടാകുന്ന സമയത്ത് ഏകദേശം 2015 മുതൽ ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. ആ സമയത്ത് എനിക്ക് വ്യൂ കാര്യം ഒന്നുമില്ല, എങ്കിലും ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കാറുണ്ട്. പക്ഷേ ഞാനിപ്പോൾ അതൊന്നും പറയുന്നില്ല. ഈ പെണ്ണ് ഇവിടെ പറഞ്ഞേക്കണ കാര്യം വ്യൂവിനും വേണ്ടിയിട്ട് സ്വന്തം ഭാര്യ മരിച്ചിരിക്കുമ്പോൾ വീഡിയോ ഇട്ടു എന്നുള്ളത്. നമ്മുടെ ഓരോ സാഹചര്യം മനസ്സിലാക്കാതെ സംസാരിക്കുന്ന ഒരു കുട്ടിയാണിത്. കാരണം ഇവൾ എവിടെയും പുറത്ത് പോയിട്ടുണ്ടോ ഇല്ലയോ, ഇവയ്ക്കൊരു ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ കടന്നു പോയിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. ആ സമയത്ത് ഞാൻ എത്രയോ ആൾക്കാരെ കോണ്ടാക്ട് ചെയ്തിരുന്നു. ഇപ്പോൾ എൻ്റെ എക്സ് വൈഫിൻ്റെ ബ്രദറാണെങ്കിൽ ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ എൻ്റെ കൂടെ എത്രയോ ആൾക്കാർ നിൽക്കുമ്പോൾ അവരൊക്കെ ചിരിച്ച് കാണിക്കുമ്പോൾ ഒക്കെ ഞാൻ എന്താ ചെയ്യുക റബ്ബേ, ഒരു ഐഡിയ ഇല്ല, ആരാന്ന് കൂടെ വരെ എനിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല, എനിക്കൊന്നും കഴിയില്ല. എൻ്റെ കൈയൊക്കെ എന്തൊക്കെയോ ആവുകയാണ്, എൻ്റെ ശരീരം മരവിച്ച അവസ്ഥയാണ്. അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷേ ഞാൻ ആ സമയത്ത് എൻ്റെ ആഗ്രഹിച്ച അവളെ എങ്ങനെയെങ്കിലും എൻ്റെ വൈഫിനെ രക്ഷപ്പെടുത്തണം എന്നുള്ളൊരു രീതിയിൽ രക്ഷപ്പെടുത്തിയേ പറ്റൂ എന്നുള്ളൊരു കാരണത്താൽ ആ ഒരു വീഡിയോ ഇട്ടത് കൊണ്ടാണ് എനിക്ക് കോണ്ടാക്ട്സ് വന്നതും കുറച്ചാൾ അറിഞ്ഞതും അവിടെ കാര്യങ്ങൾ കറക്റ്റായിട്ട് മൂവ് ആയതും. മനസ്സിലായോ? അതെനിക്ക് എങ്ങനെയാണ് നിങ്ങളെ ക്ലിയർ ആക്കി തരേണ്ടതെന്ന് എനിക്ക് അറിയൂല. ഒരു സ്റ്റോറീൻ്റെ പേരിൽ അതിനെ ലൈവാക്കി മാറ്റി, പിന്നെ വേറെ എന്തൊക്കെയാണ് റീച്ച് എന്നാക്കി മാറ്റി. ഇതിലൊക്കെ റീച്ച് ഓൾറെഡി ഒരു സ്റ്റോറി ഇട്ടിട്ട് റീച്ച് കിട്ടിയിട്ട് എന്തുണ്ടാക്കാനാണ് മിസ്റ്റർ ഈ പറയുന്ന ആങ്കർ? എനിക്ക് ഇതിൽ സ്റ്റോറി ഇട്ടിട്ട് എന്ത് റീച്ച് ഉണ്ടാക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതെനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇപ്പോൾ യൂട്യൂബിലിട്ട് ഫണ്ട് ഉണ്ടാക്കാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാം, യൂട്യൂബിൽ ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓൻ ചെയ്തതാണെന്ന്. ഞാൻ ഒരു കൊല്ലം അനുഭവിച്ച വേദന, അതായത് എൻ്റെ ചെവിയിൽ കൂടെ ഞാൻ കൊന്നു എന്ന് എനിക്ക് വേണ്ടപ്പെട്ട ആൾ പറയുന്നത് വരെ ഞാൻ എത്രത്തോളം അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്, മരിക്കാൻ എത്രത്തോളം ശ്രമിച്ചിട്ടുണ്ട്, എനിക്ക് ജീവിക്കണ്ടെന്ന് ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതൊന്നും നിങ്ങൾക്ക് ആർക്കും അറിയില്ല.
മനസ്സിലായോ? ഞാൻ അത്രക്കും മെൻ്റലി ഒരു പ്രാന്തായ ഒരു മനുഷ്യനായിരുന്നു. പക്ഷെ ഇതെല്ലാം മനസ്സിലാക്കാണ്ട് സമൂഹം നമ്മളെപ്പറ്റി അറിയാണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ജനങ്ങൾ, നാട്ടുകാർ. അത് നിങ്ങളെ ഇപ്പോൾ ഈ പറയുന്ന ആങ്കർ ആണെങ്കിലും നാട്ടുകാർ പലതും പറഞ്ഞ് നടക്കുന്നുണ്ടാവും ഈ ആങ്കറിനെ വരെ. പക്ഷെ അതൊക്കെ ഇല്ലാത്ത കാര്യങ്ങളാണെന്ന് ഈ പറയുന്ന ഈ കുട്ടിക്ക് അറിയാം. ആട്ടാറല്ലേ പോയിട്ട് എന്തെങ്കിലും പറയട്ടെ. അതേപോലെയാണ് ഈ സോഷ്യൽ മീഡിയ സെയിം ആണ്. ഇപ്പം താൻ പറഞ്ഞേക്കണത് ഒരു നാട്ടുകാരിൽ ഒരാളാണ്, അതേപോലെയാണ് ഇപ്പം താൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എനിക്ക് അത് ഭയങ്കര ഹെയ്റ്റായി. കാരണം ഒരാളെ സത്യാവസ്ഥ അറിയാണ്ട് എനിക്ക് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻ്റർവ്യൂക്ക് വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ ഫസ്റ്റത്തെ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ ഒരാളെയാണ് എനിക്ക് ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടത് എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. കാരണം കറക്റ്റ് പോയിൻ്റ് ആയിരുന്നു ചോദിച്ചത്. രണ്ടാമത്തെ ഇൻ്റർവ്യൂ വന്നപ്പം എനിക്ക് ആകെ പൊളിഞ്ഞു. എനിക്ക് പിന്നെ ആകെ ഇതായി. കാരണം തെറ്റ് ചെയ്ത ആളെ വെളുപ്പിക്കുകയും തെറ്റ് ചെയ്യാത്ത ആളെ ഒരുമാതിരി കുറ്റക്കാരാക്കുകയും ചെയ്യുന്ന ഈ സമൂഹത്തിൽ എനിക്കിങ്ങനെ കണ്ടെടുത്ത് ഒരുപാട് ഇൻ്റർവ്യൂസ് എനിക്ക് വിളിക്കുന്നുണ്ട്. എത്രയോ ആൾക്കാർ എന്നെ ഫോൺ വിളിച്ചിട്ടുണ്ട്, ഇൻ്റർവ്യൂ വരുവാൻ പറ്റുമോ, ഒരുപാട് ഫണ്ട് ഓഫർ ചെയ്തിട്ടുണ്ട്, ഇത്ര ഫണ്ട് തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് വരെ ഞാൻ പോയിട്ടില്ല. കാരണം എൻ്റെ കയ്യിൽ തെളിവില്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ സത്യം എൻ്റെ കുടുംബം തന്നെയാണ് അവിടെ. എൻ്റെ മകനൊരു ഭാവി, എൻ്റെ മോൻ്റെ കാര്യം ആലോചിച്ചിട്ട് ഞാൻ മിണ്ടാണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫാമിലിക്കാണ് ഈ പ്രശ്നം വരുന്നത്. അതായത് എൻ്റെ വൈഫിനും എൻ്റെ കുട്ടിക്കും എനിക്കുമാണ് ഈ ഒരു പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ സൈലൻ്റ് ആണ്. അല്ലാണ്ട് എനിക്കിത് ശക്തമായിട്ട് ആരെ ഭാഗത്താ തെറ്റുള്ളതെന്നുള്ള ക്ലിയർ ചെയ്യാൻ പറ്റാഞ്ഞിട്ടല്ല. കഴിഞ്ഞ ലൈഫിലാണെങ്കിൽ ഇതേപോലെ തന്നെയാണ്. എൻ്റെ കയ്യിൽ എല്ലാ തെളിവുകളും ഉണ്ടായിട്ടും ഞാൻ സൈലൻ്റായി നിന്നത് അതിൻ്റേതായ കാരണങ്ങളുണ്ട്. സത്യം പറഞ്ഞെങ്കിൽ ഭയങ്കര വിഷമമുള്ള കാര്യം. ഇപ്പോൾ ആരും എത്രയോ ആൾക്കാർ അനുഭവം കൊണ്ട് മനസ്സിലാക്കി എൻ്റെ അടുത്ത് മാപ്പ് പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട്. എൻ്റെ അടുത്ത് മാപ്പ് പറഞ്ഞ ആൾക്കാരുണ്ട്. പക്ഷേ ഞാൻ അവരുടെ അടുത്ത് എല്ലായിടത്തും ഞാൻ പറയുന്നത് എല്ലാവരും അനുഭവിച്ച് ഇങ്ങനെ മനസ്സിലാക്കുള്ളൂ. അതാരായാലും അനുഭവിച്ച് മനസ്സിലാക്കട്ടെ എന്നേ ഞാൻ പറയുള്ളൂ. ഇപ്പം ഒരുപാട് ക്രിമിനൽ കേസായ ഈ ഖാദർ കരിപ്പൊടി പറയുന്ന എല്ലാവരും ഭയങ്കര വിശ്വസിച്ച് നടക്കുന്ന ഒരു കാലമാണിപ്പം. അപ്പം ഇത്രയും വലിയൊരു ക്രിമിനലായ ഒരുപാട് മോശം വ്യക്തി ആയ ഞാൻ ഏതെങ്കിലും ഒരു പെണ്ണോട് ഇപ്പം വൈഫ് ഉണ്ടാകുന്ന ഇപ്പം ഇനിയിപ്പം ഞാൻ പറയണത് ഇനി എന്നെ എന്താവും, എനിക്ക് എന്താ അവസ്ഥ എന്താണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഞാൻ ഇന്നേ വരെ ഒരാളെ ചതിക്കാതെ ജീവിച്ചൊരു വ്യക്തിയാണ്. ഞാൻ ആരും ചീറ്റ് ചെയ്യാതെ ജീവിച്ചൊരു വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ മനസ്സിൽ ഞാൻ എന്താണെന്നുള്ള നല്ല ഉറപ്പ് എനിക്കുണ്ട്. സോ ഞാൻ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസം എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ തെറ്റ് ചെയ്യാതെയാണ് ഇന്നും പല ആളും ശിക്ഷിക്കപ്പെടുന്നത്. ഇന്നത്തെ നിയമവും അങ്ങനെയാണ്. കാര്യം അറിയാണ്ട് തെറ്റിലേക്കുള്ളവരെ ജയിലിൽ അടച്ചിടുക, എന്നിട്ട് അതിന് ശേഷം തെറ്റാണോ ശരിയാണോ ചോദിക്കുക. ഇതൊക്കെയാണ് ഇന്നത്തെ സമൂഹവും പോലീസും ഒക്കെ. കാരണം പോലീസിന് എന്തെങ്കിലും ചില മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ആർക്കോ വേണ്ടിയിട്ടാണ് പോലീസ് വരെ ഇന്ന് അവിടെ ജോലി ചെയ്യുന്നത്. കാരണം ഒരു കള്ളക്കേസ് വരെ ഇപ്പോൾ അടുത്ത് വന്ന് ഇരുമ്പ് വടിയെടുത്ത് തച്ച് നഗ്നമാക്കി. ഇതൊക്കെ നമ്മൾ വരെ അറിയാത്ത കാര്യങ്ങളാണ്. എന്നിട്ട് നമ്മളെ പേരിൽ വന്ന കേസുകളാണ്. പക്ഷേ ഈ ഒരു കേസ് വന്നതിൽ ഭയങ്കര മുന്നേ എനിക്ക് ഇതേപോലെ ഫസ്റ്റ് പോസ്കോ കേസ്, അതായത് എൻ്റെ സ്വന്തം ഭാര്യേനെ കല്യാണം കഴിച്ച് പ്രായപൂർത്തിയായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പോസ്കോ കേസ് വന്നിട്ട് അറസ്റ്റ് ചെയ്ത് അതിനിവർ സമൂഹത്തിന് മുന്നിൽ എന്തൊക്കെയോ പറഞ്ഞുണ്ടാക്കി ഭയങ്കര രീതിയിൽ എന്നെ മെൻ്റലി പ്രാന്താക്കി. ഓൾറെഡി വൈഫ് പോയൊരു വിഷമത്തിൽ ഇന്നും ഞാൻ അധികം അതിൽ പെയിൻ അനുഭവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ സ്വന്തം ഉമ്മ എന്ന് കരുതുന്ന ഒരാൾ, അതായത് എൻ്റെ വൈഫിൻ്റെ ഫാദറും മദറും എന്നെ ഒരു കൊലയാളിയാക്കിയിട്ട്, അതായത് ആരോ വാക്കുകൾ കേട്ടിട്ടാണ് അവർ പറഞ്ഞത്. ആദ്യം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, പിന്നീട് അവർ മാറി. അതൊക്കെ എനിക്ക് അവർ മാറുന്ന അവരെ വാക്കുകളും കാര്യങ്ങളും കേൾക്കുമ്പോൾ ആകെ മെൻ്റലി ഞാൻ ഡൗണായി. ഞാൻ എന്താണെന്നുള്ള ശരിക്കും അവർക്കൊക്കെ അറിയാം. തെറ്റുകൾ ചെയ്ത് ആരായാലും ചോദിക്കും. പക്ഷേ ഞാൻ ചോദിക്കും. ഞാനിപ്പോൾ എൻ്റെ ഭാര്യ എന്തെങ്കിലും മോശമായ പ്രവൃത്തി ചെയ്യുന്നുണ്ടോ ഞാൻ ചോദിക്കും. അത് ഞാൻ ചോദിക്കുക തന്നെ ചെയ്യും. ഇനിയും അങ്ങനെ തന്നെയാണ്, ഉറപ്പാണ്. ഇനിയും അങ്ങനെ തന്നെയാണ്. തെറ്റുകൾ കണ്ടാൽ ഞാൻ ചോദിക്കുക തന്നെ ചെയ്യും. പക്ഷെ ഇങ്ങനെ കണ്ണടച്ച് തെറ്റ് നീ ചെയ്തോടി, നീ ആരൊക്കെ പോയിക്കോടി, നീ എന്ത് വേണം ചെയ്തോടി എന്ന് പറയാൻ എൻ്റെ ഇപ്പോഴത്തെ നിലവിലുള്ള അവസ്ഥയിൽ എനിക്ക് ചെവിയിൽ കേട്ടൊരു കാര്യം പോലെ കേൾക്കാൻ ഇനി എനിക്ക് താല്പര്യമില്ല. ഇപ്പം ഒരുപാട് വീഡിയോ കണ്ടുകൊണ്ട് പഠിച്ചോനെ കഴിച്ച് ജീവിക്കാൻ ഒന്നും കൂടെ താല്പര്യം തന്നിരിക്കുകയാണ്. ആയുസ് എന്തോ പഠിച്ചോ നീട്ടി തന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എന്താണെന്ന് അറിയില്ല. സോ എന്തെങ്കിലും പഠിച്ചോൻ കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം എല്ലാവരോടും എനിക്ക് പറയാനുള്ള കാര്യം, എല്ലാ ഫേക്ക് ന്യൂസുകൾ
എല്ലാ കാര്യങ്ങളും ഇനി നിയമപരമായിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകുന്നതായിരിക്കും. ഇത്രയും കാലം ഞാൻ മിണ്ടാണ്ടെന്ന്, ഇനി എനിക്കത് മിണ്ടാണ്ടിരിക്കാൻ പറ്റില്ല. ഇനി നിയമപ്രകാരം തന്നെ എല്ലാത്തിൻ്റെ പേരിലും എന്നെ കൊലയാളിയാക്കി എന്നുള്ള കമൻ്റ് ഇട്ട ഓരോ വ്യക്തിൻ്റെ പേരിലും ഞാൻ കേസ് കൊടുക്കാൻ പോവാണ്. അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ആരൊക്കെ എന്നെ പറ്റിയിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്ത് എന്നുള്ള കോടതിയിൽ തന്നെ ഞാൻ പോയി കേസ് ഫയൽ ചെയ്യാൻ പോവാണ്. ഇത്രയും കാലം ഞാൻ മിണ്ടാണ്ടെന്ന് വിചാരിച്ചിട്ട് ഇനി ഞാൻ അങ്ങനെ നിൽക്കില്ല. എനിക്കിനി ആകാശം താഴെ വീണെന്നുണ്ടെങ്കിലും എനിക്കൊന്നും വരാനില്ല. കാരണം അത്രക്കും വേദന അനുഭവിച്ച് വന്ന വ്യക്തി, സ്വന്തം സ്നേഹിച്ച പെണ്ണ് വരെ ഇന്ന് ചതിച്ചു പോയൊരു കാലമാണ്. അതുകൊണ്ട് എനിക്ക് എന്താ പറയുക, അവരെ ഭാഗത്ത് അവർ ക്ലിയർ ചെയ്യാൻ പലതും പറയുന്നുണ്ടാവും. പക്ഷേ ഞാൻ ഇനി റിയാക്ട് ചെയ്തേ തീരൂ, ഉറപ്പാണ്. ഞാൻ ഇനി അധികം അവർ സംസാരിക്കുന്ന തെളിവടക്കം തന്നെ ഇനി എന്ത് കേസ് എനിക്ക് വന്നാലും, കള്ളക്കേസോ എന്ത് വന്നാലും ഞാൻ ഇനി പുറത്തിറക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇതിൽ കൂടുതൽ എനിക്ക് പറയാൻ അടുത്ത വീഡിയോയിൽ ഞാൻ ബാക്കിയുള്ള ഓരോ കണ്ടൻറ്റും വെച്ചിട്ട് വിത്ത് തെളിവ് വെച്ചിട്ട് തന്നെ ഞാൻ നിങ്ങളോട് സംസാരിക്കാം. ഞാൻ മെയിൻ എനിക്ക് തെളിവ് വെച്ചിട്ട് ഇങ്ങനെ ഒരുമാതിരി ന്യൂസ് ചാനൽ പോലെ അങ്ങനെയാണ് ഇത് ഇങ്ങനെയാണെന്നൊന്നും പറയാൻ അറിയില്ല. ഞാൻ ചെറുപ്പം മുതലേ ഞാൻ സംസാരിച്ച് ഇങ്ങനെ ഒരു പരിചയമുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഞാൻ അതൊക്കെ പഠിച്ച് ശരിക്കും തെളിവുകൾ വെച്ച് നിങ്ങളെ മുന്നിലേക്ക് വരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ അതുവരേക്കും നിങ്ങൾ ഈ ഫേക്ക് വ്യാജ ന്യൂസുകളൊന്നും വിശ്വസിക്കാതിരിക്കുക. പറയുന്ന കാര്യങ്ങൾ ആരെ ഭാഗത്താണ് തെറ്റുള്ളതെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. സോ ഞാൻ ഇതുവരെ പഠിച്ചോനനുസരിച്ച് ഈ കൈയോടോ അല്ലെങ്കിൽ ഈ കൈയോടോ ഒരാളെ ദ്രോഹിച്ചിട്ടോ പിടിച്ചിട്ടൊന്നുമില്ല. അതെനിക്ക് നല്ല വിശ്വാസം തന്നെയുണ്ട്. പിന്നെ ഡ്രഗ്സിന് അഡിക്റ്റാണ് ഞാൻ. ഒരു ഡ്രഗ്സും കഞ്ചാവ് പറഞ്ഞ സാധനം ഞാൻ യൂസ് ചെയ്യില്ല. ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് ഞാൻ അങ്ങനത്തെ സാധനം ഒന്നും തന്നെ ഞാൻ യൂസ് ചെയ്യാതെ നല്ല രീതിയിൽ കുടുംബം നോക്കി പണിയെടുത്ത് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഈ ഒരു 2 കൊല്ലമായിട്ട് ഞാൻ കഷ്ടപ്പാട് എൻ്റെ കയ്യിൽ തെളിവുണ്ട്. ഞാൻ ഓടിയേക്കണ യൂബറിൽ ഓട്ടോ എടുത്തേക്കണ ഓട്ടം ഇവൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുമ്പോൾ എൻ്റെ ആണ് നിൻ്റെ ആണ് കണക്ക് പറച്ചിലാണ് എൻ്റെ വൈഫിൻ്റെ ഒരു പ്രത്യേക എൻ്റെ വലിയൊരു ആയുധം. അവൾ മെയിൻ അവളെ വായോടെ എന്നെ കൊല്ലാതെ കൊന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ തളർന്നു പോയിട്ട് എനിക്കൊന്നും മെൻ്റലി ഭ്രാന്തനായിട്ട് ഞാൻ ഇങ്ങനെ ഡൗണായി വന്നത്. എല്ലാത്തിനും തെളിവനുസരിച്ച് നമുക്കിനി സംസാരിക്കാം. ഇനി നമുക്ക് മുന്നോട്ട് പോവാം. പിന്നെ എൻ്റെ പേരിൽ വേറെ കോടതിയിൽ ഒരുപാട് പേപ്പേഴ്സ് എടുത്തിട്ടുണ്ട്. അവളെ പറ്റി സംസാരിക്കാൻ പാടില്ല, ഇവളെ പറ്റി സംസാരിക്കാൻ പാടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇതൊക്കെ മാസ്റ്റർ പ്ലാൻ കാദർക്കൊടി വെച്ചേക്കണ പ്ലാനിങ് ആണ്. ഈ പറയുന്ന റഫ്താസ് എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റ് ഉണ്ട്, കാദറിൻ്റെ മെയിൻ സ്ഥിരം അഡ്വക്കേറ്റ്. അപ്പം മൂപ്പരാണ് സത്യാവസ്ഥ അറിയാണ്ടും കാര്യങ്ങളൊക്കെ ഒരാൾ മനുഷ്യത്വം ഇല്ലാത്ത രീതിയിലുള്ളൊരു അഡ്വക്കേറ്റിൻ്റെ കാര്യം പറയാൻ പറ്റില്ല. അയാൾ പറയും ചില ദിവസം ഞാൻ ഈ ഓൺ തരുന്ന കേസ് എടുത്തില്ലെങ്കിൽ വേറെ ആക്കും കൊടുക്കും, അങ്ങനെ അതുകൊണ്ടൊക്കെ കേസ് എടുത്തേ പറ്റൂ എന്നുള്ള രീതിയിൽ പറയാതിരിക്കാം. പക്ഷേ എന്തായാലും മനുഷ്യത്വമില്ലാത്ത ഒരു വ്യക്തിയാണ് ഈ റഫ്താസ് ആണെങ്കിലും നമുക്ക് ഊഹിക്കേണ്ടല്ല, ഉറപ്പിച്ച് പറയുന്ന ഒരു കാര്യമാണ്. തീരെ മനസാക്ഷി എന്ന് പറയുന്ന സാധനം ഇല്ലാത്തൊരു വ്യക്തിയാണ്. പിന്നെ ഒരാൾ തെറ്റ് ചെയ്തിട്ട് അവരതിനെ കളവ് പറയുമ്പോൾ, അതായത് തെറ്റ് ചെയ്തതിന് ശേഷമാണ് എന്നെപ്പറ്റി കുറ്റം പറയണമെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. അവരെ ഭാഗത്തുനിന്ന് ഫോൾട്ട് വന്നേ പിന്നെ അതിന് മുന്നേ വരെയുള്ള എന്നെ പറ്റിയുള്ള സംസാരം മറ്റുള്ളവരോട് സംസാരിക്കുന്നത്, അതായത് എന്നോടല്ല, എൻ്റെ കൂടെ ഉണ്ടാകുമ്പോൾ അല്ല, ഞാൻ കൂടെ ഉണ്ടാകുന്ന സമയത്തല്ല, അവരോട് പേഴ്സണലായിട്ട് ഒരുപാട് ആൾക്കാർക്ക് മെസ്സേജ് അയച്ച കാര്യങ്ങളൊക്കെ ഇനി തെളിവായിട്ട് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ അടുത്ത വീഡിയോയിൽ എന്തായാലും കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, ബൈ.